രണ്ട് കൊടും കുറ്റവാളികൾ, ഒരേ ജയിലിലെ ഒരേ ബ്ലോക്ക്, കയ്യിൽ ആക്സോ ബ്ലേഡ്, ലക്ഷ്യം ജയിൽ ചാട്ടം. 2010 ജയിൽ ചാടിയത് റിപ്പർ ജയാനന്ദനാണെങ്കിൽ 2025 അത് ഗോവിന്ദച്ചാമിയാണ്. മണിക്കൂറുകളോളം കേരള പോലീസിനെ മുൾമുനയിൽ നിർത്തിച്ച കൊടും കുറ്റവാളി ജയിൽ ചാടാൻ മാതൃകയാക്കിയത് റിപ്പർ ജയാനന്ദനെന്ന് ഗോവിന്ദച്ചാമിയുടെ മൊഴി. 7 കൊലപാതകങ്ങൾ. വധശിക്ഷ കാത്തു കഴിയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ 10ാം നമ്പർ ബ്ലോക്കിൽ. അന്ന് റിപ്പർ ജയാനന്ദൻ ജയിൽ ചാടിയതിനും ഇന്ന് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിനും സമാനതകളേറെ. വീണുകിട്ടിയ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് സെല്ലിന്റെ കമ്പികൾ അറുത്തുമാറ്റി. വാച്ചർമാർ ശബ്ദം കേട്ടെത്തിയാൽ പദ്ധതികൾ പാളുമോ എന്ന ഭയം അവർക്കിരുവർക്കും ഉണ്ടായിരുന്നിരിക്കണം. ശക്തമായ മഴ പെയ്യുന്ന രാത്രികളിൽ ഉറക്കമളച്ചിരുന്നാണ് കമ്പികൾ ഓരോന്നായി അറുത്തുമാറ്റി. പുറത്തു കടക്കാനായി ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് സെല്ലിന്റെ 6 അഴികളാണ് ഇങ്ങനെ ഗോവിന്ദച്ചാമി അറുത്തുമാറ്റിയത്. അതീവ രഹസ്യമായി ജയിൽ ചാടാനുള്ള ആസൂത്രണം, നിരന്തര ശ്രമം. തലയ്ക്കു മുകളിൽ നീണ്ട മതിൽ ഒറ്റക്കയ്യന് ചാടിക്കടക്കാൻ ശരീരവും പാകപ്പെടുത്തണമായിരുന്നു. ഇതിനായി രാത്രികളിൽ ചോറുപേക്ഷിച്ചു, ചപ്പാത്തി മാത്രം കഴിച്ചു. ശരീരം മെലിയിച്ച് ബോഡി ഫിറ്റാക്കി. പുറത്തിറങ്ങിയാൽ ആരും മനസ്സിലാക്കാതിരിക്കാൻ താടി വളർത്താൻ തീരുമാനിക്കുന്നു. ജയിൽ പുള്ളികൾക്ക് താടി വളർത്താൻ അനുവാദമില്ലാത്തതിനാൽ തന്നെ ഷേവിംഗ് അലർജി എന്ന വ്യാജേന താടി വളർത്താൻ അനുമതി വാങ്ങി. 8 മാസങ്ങൾ നീണ്ട ആസൂത്രണം. ജയിലിന്റെ മതിൽ ചാടിക്കടക്കാൻ വടം പോലെ ഉപയോഗിക്കാൻ അലക്കിയിട്ട പുതപ്പുകൾ മോഷ്ടിച്ച് കരുതി വെച്ചു. പുറത്തു കടക്കുമ്പോൾ ധരിക്കാൻ കറുത്ത പാന്റും ഷർട്ടും സംഘടിപ്പിച്ച് ആരും കാണാതെ ഒളിപ്പിച്ചു. പുറത്ത് കനത്ത മഴ. പദ്ധതി നടപ്പാക്കിയത് വെളുപ്പിന്. മതിലിനു മുകളിലെ 1.5 മീറ്റർ ഉയരമുള്ള കമ്പിവേലിയിൽ 1.5 വർഷത്തോളമായി വൈദ്യുതിയില്ല. ഇത് മനസ്സിലാക്കിയ ഗോവിന്ദച്ചാമിക്ക് അതും ഒരു തടസ്സമായില്ല. തോർത്തും പുതപ്പും കൂട്ടിക്കെട്ടി മതിലിനു പുറത്തേക്കിട്ടു. നീളമെത്തിയില്ല, പക്ഷേ ഊർന്നിറങ്ങി താഴേക്ക് ചാടി പുറം ലോകത്തേക്ക്. അതീവ സുരക്ഷയുള്ള ജയിലിൽ എപ്പോഴും CCTV നിരീക്ഷണത്തിലുള്ള 10ാം നമ്പർ ബ്ലോക്ക്. അരമണിക്കൂർ ഇടവേളകളിൽ സെല്ലിൽ പരിശോധന നടത്തുന്ന പോലീസ്. ഇതെല്ലാം മറികടന്നാണ് കൊടും ക്രൂരന്റെ ജയിൽ ചാട്ടം. നടന്നത് ഗുരുതര സുരക്ഷാ വീഴ്ച. പൊതുജനങ്ങളുടെ സുരക്ഷ ആരുടെ കൈകളിൽ? ഗോവിന്ദച്ചാമിയുടെ അതിക്രൂര പീഡനത്തിനിരയായി മരണത്തിന് കീഴടങ്ങിയ ആ പെൺകുട്ടിയെപ്പോലെ ഇനിയും എത്ര പെൺകുട്ടികൾ ഭയക്കണം?